നമ്മളൊരു കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു ചോക്ലേറ്റ് മൂസ് കേക്കാണ് ഉണ്ടാക്കുന്നത്. കേക്ക് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമൊന്നുമില്ല, പക്ഷെ മൂസ് കേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സാധാരണ കേക്കിന്റെ ഒരു ടെക്സ്ചറേ അല്ലല്ലോ, നല്ല ക്രീമി ആയിട്ട് സിൽക്കി സ്മൂത്ത് ആയിട്ടിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് കിച്ചണിലേക്ക് പോവാം. നമ്മുടെ മൂസ് കേക്കിന് ഒരു ഓറിയോ ബേസാണ് കൊടുക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് ഈ ഓറിയോസൊക്കെ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അത് നമ്മുടെ ഫുഡ് പ്രോസസ്സറിലോ അല്ലെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിലോ ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കാം. ഇങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇത് ക്രഷ് ചെയ്ത് കിട്ടണം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ഓറിയോസ് 200 ഗ്രാംസ് ഉണ്ട്, അതിലേക്കാണ് 4 ടേബിൾ സ്പൂൺ, അതായത് 60 ഗ്രാംസ് ബട്ടർ ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഗ്രീസ് ചെയ്ത് വെച്ച ഒരു സ്പ്രിംഗ് ഫോം പാനിലേക്ക് മാറ്റാം. എന്നിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് ഒരു ബേസാക്കി മാറ്റിയെടുക്കാം. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം. അടുത്ത മൂസ് റെഡി ആവുന്നത് വരെ നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. സ്പ്രിംഗ് ഫോം പാൻ ഇല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഏത് ബൗളിലാണോ അല്ലെങ്കിൽ ഗ്ലാസ്സിലാണോ സെർവ് ചെയ്യുന്നത് അതിൽ തന്നെ നമുക്ക് ഇത് സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഫസ്റ്റ് മൂസ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ സെമി സ്വീറ്റ് ചോക്ലേറ്റ് 200 ഗ്രാംസ് എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്, പിന്നെ 2 ടേബിൾ സ്പൂൺ നല്ല തണുത്ത വെള്ളമാണ്. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ ജെലറ്റിൻ ചേർത്ത് കുതിരാൻ വേണ്ടി വെക്കാം. ഇതിവിടെ ഇരിക്കട്ടെ. നമുക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ വിപ്പിംഗ് ക്രീം ചോക്ലേറ്റിലേക്ക് ഒഴിച്ചിട്ട് ഡബിൾ ബോയിലിംഗ് മെത്തേഡിലാണ് മെൽറ്റ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓവനിൽ വെച്ചിട്ടും മെൽറ്റ് ചെയ്യാം. വിപ്പിംഗ് ക്രീം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നന്നായിട്ട് തിളയ്ക്കുന്ന വെള്ളത്തിന് മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ. പിന്നെ വെള്ളം നന്നായിട്ട് തിളപ്പിച്ച ശേഷം ലോ ഫ്ലെയിമിലാക്കിയ ശേഷം വേണം ചോക്ലേറ്റ് ഇതിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ പിന്നെ ചോക്ലേറ്റ് ആകെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ചോക്ലേറ്റ് ഇതാ ഇവിടെ കളറൊക്കെ മാറി തുടങ്ങി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, നല്ല ഡാർക്ക് കളറായിട്ടുണ്ട്. ഇപ്പോൾ ചോക്ലേറ്റ് ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇത്ര മതി. ഇനി നമുക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് അതേ വെള്ളത്തിന് മുകളിൽ വെച്ചിട്ട് നമ്മുടെ ജെലറ്റിനും മെൽറ്റ് ചെയ്തെടുക്കാം. ജെലറ്റിൻ മെൽറ്റ് ചെയ്തെടുക്കുമ്പോൾ വെരി ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ കേട്ടോ. ഇപ്പോൾ ഇത് ചേർക്കുന്ന സമയത്ത് ജെലറ്റിനാണെങ്കിലും ചോക്ലേറ്റിനാണെങ്കിലും ചെറിയൊരു ചൂടുണ്ടായിരിക്കണം. എന്നിട്ടിത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു 3/4 കപ്പ് വിപ്പിംഗ് ക്രീം നന്നായിട്ട് വിപ്പ് ചെയ്തെടുക്കണം. ഇത് നല്ല തണുത്ത വിപ്പിംഗ് ക്രീമാണ്. ഇപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതേ ഉള്ളൂ. നല്ല തണുപ്പായിരിക്കണം വിപ്പിംഗ് ക്രീമിന്. നല്ല ചൂടുള്ള ക്ലൈമറ്റിലാണ് നിങ്ങൾ ഉള്ളതെങ്കിൽ നമ്മൾ വിപ്പ് ചെയ്യാനെടുക്കുന്ന ബൗളടക്കം ഒന്ന് തണുപ്പിച്ചെടുക്കണം. പിന്നെ വിപ്പിംഗ് ക്രീം എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫാറ്റ് കണ്ടൻറ്റ് അതിനകത്ത് 32% മുതൽ 38% വരെയെങ്കിലും വേണം. അത് നമ്മൾ ഇൻഗ്രീഡിയൻസിൻ്റെ വിപ്പിംഗ് ക്രീമിൻ്റെ ബോക്സിൽ ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റിൽ എഴുതിയിട്ടുണ്ടാവും എത്ര % ഫാറ്റ് ഉള്ളത് എന്നുള്ളത്. അത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വാങ്ങിക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ് മൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ പാനിലേക്ക് മാറ്റാം. ഇനി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അടുത്ത മൂസ് റെഡി ആവുന്നത് വരെ നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രീസറിലല്ല കേട്ടോ വെക്കേണ്ടത്. ഇനി നമുക്ക് മിൽക്ക് ചോക്ലേറ്റ് മൂസ് റെഡിയാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 200 ഗ്രാംസ് മിൽക്ക് ചോക്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. 2 ടീസ്പൂൺ ജെലറ്റിൻ 2 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ഉണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കാം. ചോക്ലേറ്റ് വിപ്പിംഗ് ക്രീം ഒഴിച്ച് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം.
അതിലേക്ക് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുത്തിട്ട് മാറ്റി വെക്കാം. ജെലറ്റിൻ ഇതേപോലെ തന്നെ ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റ് ചെയ്ത് ഇതിലേക്ക് ഒഴിക്കാം. എന്നിട്ടിത് തണുക്കാനായിട്ട് വീണ്ടും മാറ്റി വെക്കാം. 3/4 കപ്പ് നല്ല തണുത്ത വിപ്പിംഗ് ക്രീമിന് വിപ്പ് ചെയ്തെടുക്കാം. ഇതിൻ്റെ കൂടെ ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അത് ഓപ്ഷണലാണ്. ഇനി ഇതിലേക്ക് നമ്മുടെ ചോക്ലേറ്റ് മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് പാനിലേക്ക് മാറ്റാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അടുത്ത മൂസ് റെഡിയാകുന്നത് വരെ ഫ്രിഡ്ജിലേക്ക് വെക്കാം. വൈറ്റ് ചോക്ലേറ്റ് മൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വൈറ്റ് ചോക്ലേറ്റ് 200 ഗ്രാംസ് എടുത്തിട്ടുണ്ട്. കണ്ടൻസ് മിൽക്ക് 1/4 കപ്പ്, ജെലറ്റിൻ 2 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും. ഇനി വൈറ്റ് ചോക്ലേറ്റ്, കണ്ടൻസ് മിൽക്കും വിപ്പിംഗ് ക്രീമും ചേർത്ത് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം. അതിലേക്ക് ജെലറ്റിൻ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി 3/4 കപ്പ് നന്നായി തണുത്ത വിപ്പിംഗ് ക്രീം 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് വിപ്പ് ചെയ്ത ശേഷം അതിലേക്ക് നമ്മുടെ മിക്സ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് മൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് പാനിലേക്ക് മാറ്റാം. നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാം. ഇനി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ കുറച്ച് കൊക്കോ പൗഡർ തൂക്കി കൊടുത്ത് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് സ്ട്രോബെറി സ്ലൈസസ് വെച്ച് കുറച്ച് വൈറ്റ് ചോക്ലേറ്റും കൂടെ വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ ഡെക്കറേഷനാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ എങ്ങനെയാണ്? സൂപ്പറാണ്. നമ്മൾ വായക്ക് വെച്ചാൽ അപ്പം അലിഞ്ഞു പോകും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും, അത് ഉറപ്പാണ്. ഓക്കെ.